ഒളിമ്പിക്സ് കഴിഞ്ഞ് തിരിച്ചെത്തി ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾക്ക് റെസ്റ്റ് തന്ന് കുറച്ച് ദിവസം ഞങ്ങൾ വീട്ടിലൊക്കെ പോയി. അതിനുശേഷം തിരിച്ച് വീണ്ടും ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ജക്കാർത്തയ്ക്കുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വരികയാണ്. ആ ക്യാമ്പ് പക്ഷേ ഡൽഹിയിലായിരുന്നു, പട്യാലയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാമ്പെല്ലാം അവിടെ തന്നെയായിരുന്നു. താമസവും ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. നിറയെ റൂംസ് ഉണ്ട്, എല്ലാ കുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം, ഫുഡും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്രയും സൗകര്യം ഉണ്ടായിരുന്നു അവിടെ. കാരണം ഇവിടുന്ന് നമുക്ക് നേരിട്ട് കേരളത്തിൽ നിന്ന് ട്രെയിൻ പോയി ഇറങ്ങി നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകാം. അത് അത്രയേറെ ഒരു വലിയ സൗകര്യമായിരുന്നു. പട്യാലയിലൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ആ ബസ് സ്റ്റാൻഡിലെത്തി, ഇന്നത്തെ പോലെ ട്രെയിൻ സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റാൻഡിലെത്തി സാധാരണ ബസ് കയറി, ബസ് ടെർമിനലിൽ നിന്ന് ബസ് കയറി വേണം പട്യാലയിലെത്താൻ. അത് 6 മണിക്കൂർ 7 മണിക്കൂർ ചിലപ്പോൾ 8 മണിക്കൂർ എടുക്കും, ഒരു ഹോൾ ഡേ. തലേദിവസം എത്തി അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബസ്സിൽ കയറി അവിടേക്ക് പട്യാലയിലേക്ക് പോവുക. പക്ഷേ ഇപ്പം ഡൽഹിയിൽ ക്യാമ്പ് ആയതുകൊണ്ട് അത്രയും നന്നായി. അങ്ങനെ അവിടെയായിരുന്നു പ്രിപ്പറേഷൻ ക്യാമ്പ് മുഴുവൻ. 85 ജക്കാർത്തയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ ഈ കോമ്പറ്റീഷൻ. ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് കോമ്പറ്റീഷൻ, ഏഷ്യൻ മീറ്റ് ആയിരുന്നു അവിടെ, ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഞങ്ങൾ 4x400 റിലേ ടീമിൽ ഞാനും ഉഷയും ഷൈനിയും വന്ദന റാവുവും ആയിരുന്നു ടീം മെമ്പേഴ്സ്. ഈ 4 പേരും ഞങ്ങൾ ഓടി ഗോൾഡ് വരികയുണ്ടായി. സ്വർണം വന്നു, ഫസ്റ്റ് വന്നു. അതിനു മുമ്പായിരുന്നു എൻ്റെയും ഉഷയുടെയും 400 മീറ്റർ ഇൻഡിവിജ്വൽ ഈവൻറ്റ്സ്. അതിൽ ഉഷ ഫസ്റ്റ് വരെയും ഞാൻ സെക്കൻഡും വന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡും ഒരു സിൽവറും ഒരേ ഇവൻറ്റിൽ തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു. ജക്കാർത്തയിൽ വെച്ച് നടന്ന ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഞങ്ങൾ പെട്ടെന്ന് പോയി തിരിച്ച് വരികയായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട്, പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈ കോമൺവെൽത്ത് ഗെയിംസിന് ഞങ്ങളെല്ലാം റെഡിയായി, ഇംഗ്ലണ്ടിൽ വെച്ചിട്ടായിരുന്നു. എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡിയായി, പെട്ടികളെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. നമ്മുടെ എല്ലാ പാസ്പോർട്ടും എല്ലാ ടിക്കറ്റും എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് നമുക്ക് അറിയിപ്പ് വന്നത് നമ്മൾ ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണെന്ന്. കാരണം അവിടെ വെച്ച് ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് വർണ്ണവിവേചനത്തിൻ്റെ പേരിലായിരുന്നു നമ്മൾ ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്തത് ആ കോമ്പറ്റീഷൻ. അങ്ങനെ നമുക്ക് ആ മീറ്റ് നഷ്ടമായി. വീണ്ടും നമ്മൾ 86 ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അടുത്ത് വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസ് സിയോളിൽ വെച്ചായിരുന്നു നടന്നത്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനാണ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരുന്നത്. അതും ഒരു 2 വർഷത്തോളം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പിൽ തന്നെയായിരുന്നു. ഡൽഹിയിലായിരുന്നു ആ ക്യാമ്പ്. ഒരുപാട് മലയാളി കുട്ടികൾക്കും ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ക്യാമ്പിൽ വളരെ കുറച്ച് പേരെ നമ്മൾ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ സിയോളിലേക്ക് പോവുകയാണ്. സിയോൾ ഒളിമ്പിക്സും അവിടെ തന്നെയായിരുന്നു 88 നടന്നത്. ഇത് 86 ഏഷ്യൻ ഗെയിംസിന് അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഗെയിംസ് ആയിരുന്നു ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ളത്. അവിടെ വെച്ച് ഏഷ്യൻ ഗെയിംസ് നടന്ന ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി അവിടെ വെച്ച് നടന്നത് നമ്മുടെ ഷൈനിയുടെ ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഏകദേശം ഫൈനലിൽ ഷൈനി 400 മീറ്റർ കടന്ന് 800 മീറ്ററിൽ 20 മീറ്റർ മുന്നിൽ എത്തി ഫിനിഷ് ചെയ്ത ഷൈനിക്ക് മെഡൽ നഷ്ടമായി എന്നറിഞ്ഞു. കാരണം ആ ഫസ്റ്റ് റൗണ്ടിൽ തുടക്കത്തിൽ ക്രോസിംഗ് പോയിൻ്റ് ഉണ്ട് അവിടെ. ആ പോയിന്റിൽ നിന്ന് അതിന് മുമ്പേ ഷൈനി അത് ക്രോസ് ചെയ്തു. അപ്പം ഷൈനിക്ക് അഡ്വാൻറ്റേജ് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഷൈനിനെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. വളരെ സങ്കടകരമായ ഒരവസ്ഥയായിപ്പോൾ. ഇത്രയേറെ നല്ല ഒരു 20 മീറ്റർ മുന്നിൽ ഫിനിഷ് ചെയ്ത ഷൈനിക്ക് ഗോൾഡ് മെഡൽ നഷ്ടമായി എന്ന് പറഞ്ഞപ്പം ആകെ നമ്മുടെ ക്യാമ്പ് മുഴുവനും സങ്കടത്തിലായി. അവസാനം ഷൈനി ആകെ കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് നമ്മൾ റൂമിലെത്തി ഒരുപാട് ഞങ്ങളൊക്കെ സമാധാനിപ്പിച്ചു. പക്ഷേ മെഡൽ നഷ്ടം എന്നും ഒരു മെഡൽ നഷ്ടം തന്നെയായിരുന്നുവല്ലോ. പിന്നീടായിരുന്നു അത് ഷൈനിക്ക് 400 മീറ്റർ അതിൽ വീണ്ടും ഷൈനി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. 400 800 മീറ്ററിലും റിലേയിലും ആയിരുന്നു ഷൈനി പങ്കെടുക്കുന്നത്. അങ്ങനെ ഉഷയും ഷൈനിയും 400 മീറ്ററിൽ പങ്കെടുത്ത് ഉഷയ്ക്ക് ഗോൾഡ് വന്നു, ഷൈനി സിൽവറും വന്നു. അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം മാത്രം ബാക്കിയുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങളുടെ റിലേ 400 മീറ്റർ റിലേയിൽ ഞാനും ഉഷയും ഷൈനിയും വന്ദന റാവുവും പങ്കെടുത്തു. അതിലും ഞങ്ങൾ ഗോൾഡ് നേടി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന് മറ്റൊരു സ്വർണം ഷൈനിക്ക് സമ്മാനിക്കുകയായിരുന്നു ഞങ്ങൾ റിലേയിലൂടെ. അതിൻ്റെ സന്തോഷം വളരെയേറെയുണ്ട്. സിയോൾ ഏഷ്യൻ ഗെയിംസിൽ ഇൻഡിവിജ്വൽ ഇവൻറ്റിൽ 400 ഹേർഡിൽസിൽ ഞാനും ഉഷയുമായിരുന്നു പങ്കെടുത്തത്.
പക്ഷേ ഫൈനലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉഷ അന്ന് ആദ്യമായിട്ട് ചരിത്രത്തിൽ 4 ഗോൾഡ് മെഡൽ നേടിയത് ആ സിയോൾ ഏഷ്യൻ ഗെയിംസിലാണ്. അങ്ങനെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയായിരുന്നു അവിടെ. സാധാരണ കുറേ പേര് നമ്മുടെ കൂടെ ഒരു തമാശ രൂപത്തിൽ പറയും, അവിടെ പോയാൽ എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നു. സിയോളിൽ പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ടീം പോയവരൊക്കെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു എന്ന് പറയും. 1983 മോസ്കോ സ്പാർട്ടാക്യാഡ് വിൻ്റർ ഒളിമ്പിക്സിന് ഞങ്ങൾ പോയിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഞാനും മേഴ്സിക്കുട്ടനുമായിരുന്നു പോയിരുന്നത്. മേഴ്സിക്കുട്ടൻ ലോങ് ജമ്പിൽ ഞാൻ 400 മീറ്റേഴ്സ് ഹേർഡിൽസിനുമാണ് പങ്കെടുത്തത്. അതികഠിനമായ തണുപ്പിൽ മോസ്കോയിലെ ആ തണുപ്പ്, മോസ്കോ റിവറെല്ലാം ഉറഞ്ഞ് കട്ടയായിട്ടായിരുന്നു ഇരുന്നത് അന്നൊക്കെ. ആ തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തെ തണുപ്പ്. ഒരിക്കൽ ഇവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഹോട്ടൽ സ്പോട്ട്, ഈ സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 64ാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഒരിക്കൽ ഞങ്ങൾ അതവിടെ രാത്രിയിലും അത്ര വലിയ നല്ല പകൽ വെളിച്ചം പോലെ രാത്രി ആവാറില്ല, വളരെ വളരെ കുറച്ചേ രാത്രിയുള്ളൂ. ഞങ്ങൾ തിരിച്ച് ഡിന്നർ കഴിഞ്ഞ് തിരിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്ത് എവിടെയോ ഒന്ന് ഒരു ബട്ടൺ പ്രസ് ചെയ്തു. അങ്ങനെ ആ ലിഫ്റ്റ് സ്റ്റക്കായിപ്പോയി. മുകളിലേക്കും പോകാൻ പറ്റില്ല, താഴേക്കും പോകാൻ പറ്റില്ല. അവിടുത്തെ മോസ്കോയിലെ ഭാഷയാണ് നമ്മൾക്കൊട്ട് അറിയത്തുമില്ല. അവസാനം അവിടെ ഇവിടെയൊക്കെ പിടിച്ചു ഞെക്കി എന്തൊക്കെയോ ബീപ് ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ ശരിക്കും ആ ലിഫ്റ്റിൽ പെട്ടുപോയൊരു സംഗതി ഉണ്ടായി. അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അവരുടെ മോസ്കോയിൽ അവിടെ തന്നെ അവരുടെ റഷ്യൻ ഭാഷയിൽ എന്തോ സംസാരിച്ചു. പക്ഷേ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലിഫ്റ്റ് നേരെ താഴേക്ക് വന്നു. പിന്നെ ഞങ്ങളുടെ കറക്റ്റ് നമ്പറിൽ 64ലേക്ക് തന്നെ പോയി. അതൊരു അവിടെ ഞങ്ങൾ പങ്കെടുക്കാൻ പോയ സമയത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. അന്ന് ഈവൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് സാധാരണ ഞാൻ ചെയ്യുന്ന ടൈമിങ്സിനേക്കാളും 5 സെക്കൻഡ് കൂടുതലാണ് ഞാൻ ചെയ്തത്. കാരണം നമ്മുടെ കാലൊന്നും ഓടിയാൽ മുന്നോട്ട് നീങ്ങാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അത്രയേറെ തണുപ്പായിരുന്നു അവിടെ. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പട്ടിയാലിലെ തണുപ്പൊന്നും ഒന്നും അല്ലായിരുന്നു. അങ്ങനെ അവിടെ മെഡലൊന്നും നേടാനോ നമുക്ക് ഫൈനലിലെത്താനോ പോലും സാധിക്കാതെയാണ് ഞങ്ങളന്ന് തിരിച്ചു വന്നത്. സിയോൾ ഏഷ്യൻ ഗെയിംസിന് ശേഷം അടുത്ത ഒരു നാഷണൽസ് ഉണ്ടായിരുന്നു, നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ജബൽപൂർ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അതിൽ ഞാൻ പങ്കെടുത്ത് അതിലും 5 സ്വർണം നേടി. അങ്ങനെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പും അവസാനത്തെ ചാമ്പ്യൻഷിപ്പും 5 സ്വർണം വീതം നേടി ഞാൻ അവിടെ സ്പോർട്സ് ക്വിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതോട് കാരണം റെയിൽവേയിൽ എന്നെ കാറ്ററിംഗ് ആൻഡ് ടിക്കറ്റ് ചെക്കിങ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അയച്ചു. അവിടെ ബോംബെയിൽ ദാദർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ ട്രെയിനിങ്ങിന് അയക്കുകയായിരുന്നു. അവിടെ ആ ട്രെയിനിങ് പീരീഡ് സമയത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനോ പിന്നെ ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. അതിന് ശേഷം എന്നെ അവിടുന്ന് അസിസ്റ്റൻറ്റ് കമേഴ്ഷ്യൽ മാനേജറായിട്ട് പാലക്കാട് പോസ്റ്റ് ചെയ്തു. അത് ഒരു കമേഴ്ഷ്യൽ ഫുൾ ടൈം ജോബായിരുന്നു, ഓഫീസറായിട്ടൊരു ഫുൾ ടൈം ജോബ്. അതുകൊണ്ട് വീണ്ടും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ സ്പോർട്സ് ചെയ്യാനേ കഴിഞ്ഞില്ല. സ്പോർട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് പോകാനുള്ള സൗകര്യം ഉണ്ടാവണം, അതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പക്ഷേ ഈ ഓഫീസർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ടൈം നമുക്ക് ഓഫീസിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ 30 ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും, രാത്രിയും പകലും ഇൻസ്പെക്റ്റ് ചെയ്യണം. പിന്നെ ടെസ്റ്റ് ചെക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ 72 അവേഴ്സ് ചെക്ക് ഉണ്ടാവും, 56 അവേഴ്സ് ചെക്ക് ഉണ്ടാവും. ഇതെല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാണ്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്പോർട്സ് നിർത്തുകയായിരുന്നു. 81 ഞാൻ റെയിൽവേയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് റെയിൽവേയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 88 88 എനിക്ക് ഓഫീസർ പോസ്റ്റ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പാലക്കാട് ഡിവിഷനിൽ ജോയിൻ ചെയ്തത് അസിസ്റ്റൻറ്റ് കമേഴ്ഷ്യൽ മാനേജറായിട്ട്. അത് ഇറ്റ്സ് എ ഫുൾ ടൈം ജോബ്. ഒരു കമേഴ്ഷ്യൽ ഓഫീസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഏണിങ്സ് കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ഡിവിഷൻ്റെ ഏണിങ്സും നമ്മുടെ കൺട്രോളിലായിരുന്നു. ബുക്കിംഗ് ഓഫീസും റിസർവേഷൻ ഓഫീസും പാർസൽ ഓഫീസും ഗുഡ്സ് ഓഫീസും എല്ലാം നമുക്ക് വരുന്ന ഓരോ ഏണിങ്സും ഓരോ പൈയും നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് റെയിൽവേയുടെ നിലനിൽപ്പാണ്, അതിലൂടെയാണ് നമുക്ക് ഏണിങ്സ് വന്നുകൊണ്ടേയിരുന്നത്. പിന്നീട് 88 ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ചെക്കിങ്, കാറ്ററിങ് അറൗണ്ട് 250 യൂണിറ്റുകൾ, 250 നമ്മുടെ ഹോട്ടൽ പോലെ 250 കാറ്ററിങ്
യൂണിറ്റുകൾ നമുക്ക് റെയിൽവേയിൽ പാലക്കാട് ഡിവിഷനിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം മേൽനോട്ടം ഞാൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് ടേക്കിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഏകദേശം 600 ടിക്കറ്റ് ടേക്കിംഗ് സ്റ്റാഫ്, നമുക്ക് TTs എല്ലാവരും നമുക്ക് 600 ഏകദേശം ഇത്രയും സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അതിനുശേഷം 96 ഡിവിഷണൽ കമ്മീഷൻ മാനേജറായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തു. അപ്പോഴും ഞാൻ പാലക്കാട് ഡിവിഷനിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ സേഫ്റ്റി ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഒരിക്കലൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ, ട്രെയിൻ എഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്തിട്ട് ചെക്കിംഗ് ഉണ്ട്, ഇൻസ്പെക്ഷൻ, hours ചെക്കിങ്. രാത്രി പാതിരാത്രി സമയത്ത് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ പകൽ ചെക്ക് ചെയ്യണം. ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് എഞ്ചിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ അന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ ഞാൻ പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് എഞ്ചിൻ്റെ ഉള്ളിൽ എഞ്ചിൻ നിർത്തിയത്, ഷൊർണൂരെത്തി എഞ്ചിൻ നിർത്തിയത് പ്ലാറ്റ്ഫോമിന് പുറത്താണ്. താഴേക്ക് ഇറങ്ങാനുള്ള ആ സ്റ്റെപ്പ് പുറത്ത്, നമ്മുടെ ആ ട്രാക്കിൻ്റെ ഉള്ളിലേക്കായിരുന്നു അത് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എഞ്ചിൻ്റെ പുറകുവശത്തേക്ക് നമുക്ക് പോവാം. ഒരു സൈഡിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ, അവിടെ മാത്രമേ ഗ്രില്ലുള്ളൂ. കാരണം ഈ 10,000 ഹോഴ്സ് പവറുള്ള കുതിരശക്തിയുള്ള ഈ എൻജിൻസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അതിൽ നടക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. അതിലേക്കൂടെ കേജുള്ള സമയത്ത് കൂടെ മാത്രമേ, ഗ്രില്ലിൻ്റെ മറുവശത്ത് കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. പക്ഷേ അത് മറ്റേ സൈഡിലായതുകൊണ്ട് അതിലേ ഇറങ്ങാനും വയ്യ, അതിലേ നടക്കാനും വയ്യാത്തത് കൊണ്ട് ഈ ഗ്രില്ലില്ലാത്ത സ്ഥലത്തുകൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ എൻ്റെ ഇൻസ്പെക്ടറും ഞാനും അതിൻ്റെ പുറകിൽ ലോക്കോ പൈലറ്റുമായിട്ട് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റുമായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആരോ എന്നെ പിടിച്ച് വലിച്ചതുപോലെ തോന്നി. അപ്പോഴേക്കും പുറകിൽ നിന്ന് ലോക്കോ പൈലറ്റ് മുൻവശത്തേക്ക് ഒരൊറ്റ തള്ളി. പക്ഷേ അപ്പോഴത്തേക്കും ഈ ഹോഴ്സ് പവറിൻ്റെ, ഈ എൻജിൻ്റെ പവർ കൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെ ഷാളും ചുരിദാറിൻ്റെ പുറകുവശവും എൻജിൻ്റെ ഉള്ളിലേക്ക് പോയി. ലക്കിലി ഈ ലോക്കോ പൈലറ്റ് എന്നെ മുന്നിലേക്ക് തള്ളിയത് കൊണ്ട് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടു. അവസാനം ഈ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഷാളും ഈ ചുരിദാറിൻ്റെ ബാക്കിയും അവർ എറണാകുളം യാർഡിൽ കൊണ്ടുവന്ന് ഓവർഹോളിങ് ചെയ്തിട്ടാണ് അത് അവസാനം പുറത്തെടുത്തത്. എങ്ങനെയോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട്, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കംപ്ലീറ്റ് പുറവശം ഇങ്ങനെ ഛേദിച്ച് പോയതുപോലെയായി ചുരിദാറിൻ്റെ. പക്ഷേ പരിക്കുകളൊന്നും, ഇഞ്ചുറിയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് എൻജിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സാധാരണ ട്രാക്കിൽ എന്തെങ്കിലും പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കോഷൻ കൊടുക്കും, ഒരു നോട്ട് എഴുതി കൊടുക്കും. ഇന്ന പോയിൻ്റ് തൊട്ട് ഇന്ന പോയിൻ്റ് വരേക്കും 20 കിലോമീറ്റർ സ്പീഡിൽ അല്ലെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. ആ ട്രാക്കിൻ്റെ അടുത്തോ അതിനടുത്ത ട്രാക്കിലോ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി എഴുതി കൊടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് കയറുന്ന സമയത്ത് കയറി കഴിഞ്ഞ എഞ്ചിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, ലോക്കോ പൈലറ്റ് തൊട്ടടുത്തുണ്ട്. അപ്പം കിട്ടിയ നോട്ട് അത് കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഓരോ പോയിൻ്റ് കഴിയുമ്പോഴും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഓരോ പോയിൻറ്റും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, എല്ലാ സിഗ്നലും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. മെയിൻ ലോക്കോ പൈലറ്റ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ നിന്ന് പോത്തന്നൂർ വിട്ട് മധുക്കരയ്ക്ക് വരുന്ന സമയത്ത് എൻജിൻ്റെ ഉള്ളിൽ ഞാനും ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും എൻ്റെ ഇൻസ്പെക്ടറുണ്ട്. എൻ്റെ ഇൻസ്പെക്ടറും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാനും മെയിൻ ലോക്കോ പൈലറ്റും 2 സീറ്റിലും ഇരിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് പോത്തന്നൂരെത്തി. പോത്തന്നൂരിൽ നിന്ന് വണ്ടി ഏകദേശം 60-65 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മധുക്കര എത്താറായിട്ടും സ്പീഡ് കുറയ്ക്കുന്നില്ല. പോയിന്റിലെത്തിയ ആൾ ഇന്ന പോയിൻ്റ് നമ്പർ വിളിച്ച് പറയുന്നുണ്ട്. അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഇന്ന പോയിൻ്റ് നമ്പർ, ഇന്ന പോസ്റ്റ് നമ്പർ വരെ പറയുന്നുണ്ട്. കാരണം എഴുതി കൊടുക്കുന്നത് ഓരോ പോസ്റ്റിൻ്റെ നമ്പറിൻ്റെ ബിറ്റ്വീൻ ദ പോസ്റ്റാണ് എഴുതി കൊടുക്കുന്നത്, സ്പീഡ് കുറയ്ക്കണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ സ്പീഡ് കുറയ്ക്കാതെ വന്നു. ഒരു വളവിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ അകലെയും തന്നെ, നമ്മളൊരു 300-400 മീറ്റർ അകലെയും തന്നെ കണ്ടു ഈ ട്രാക്കിൻ്റെ ഉള്ളിൽ ഒരു 10-400 വർക്കേഴ്സ് പണിയെടുക്കുന്നുണ്ടായിരുന്നു.
അത് വിതിൻ സെക്കൻഡ്സിനുള്ളിൽ ആ പോയിന്റ് കടന്നു പോകുമല്ലോ. എന്തോ ഈ അപ്പോഴത്തേക്കും ആ ഒരു വേവ്സ് പോലെ ഈ പണിക്കാരെല്ലാവരും കൂടെ പുറത്തേക്ക് ചാടി. അതുകൊണ്ട് അവിടെ വലിയ ഒരു അപകടം ഒഴിവായിപ്പോയി എന്ന് പറയാം. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ലോക്കോ പൈലറ്റിനോട് ചോദിക്കുമ്പോൾ ലോക്കോ പൈലറ്റ് യാതൊന്നും സംസാരിക്കുന്നില്ല. ആകെ ഷോക്കായി ഒരു എന്താണ് അവിടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. ഉടനെ ഞാൻ തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. പാലക്കാട് എത്തിയപ്പോഴത്തേക്കും വേറൊരു ആ ലോക്കോ പൈലറ്റിനെ അവിടെ ഇറക്കി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി വേറൊരു ലോക്കോ പൈലറ്റിനെ കയറ്റിയ ശേഷമാണ് വണ്ടി വിട്ടുപോയത്. അതുപോലെ മറ്റൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരിക്കൽ ഞാൻ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് ട്രെയിൻ എഞ്ചിനിൽ തന്നെ ഇതുപോലെ വരികയായിരുന്നു. വന്നുകൊണ്ടേ ഇരുന്നപ്പം ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞ് ഷൊർണൂർ എത്താറായി. ബിറ്റ്വീൻ കുറ്റിപ്പുറം ആൻഡ് ഷൊർണൂർ എത്തിയ സമയത്ത് ഓരോ സമയത്തും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഓരോ സിഗ്നലും വിളിച്ചു പറയുമ്പം റിപ്പീറ്റ് ചെയ്ത് മെയിൻ ലോക്കോ പൈലറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പോസ്റ്റ് നമ്പർ ഇത്ര അല്ലെങ്കിൽ എഞ്ചിൻ നമ്പർ ഇത്ര, റെഡാണ് എന്താണെന്നുള്ള എല്ലാ പോയിൻറ്റ്സും പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം അങ്ങേരെ അലേർട്ടാണ് എന്നുള്ള അറിയുന്നതാണ് തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നല്ല ഉച്ച സമയമാണ്, ഏകദേശം 1:30-2 മണിക്ക് അടുത്തെത്താറായി. നല്ല ചൂടും ഒരു 40-42 ഡിഗ്രി ചൂടുമുണ്ട് ആ സമയത്ത്. ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ സിഗ്നലും വരുമ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇങ്ങേര് സംസാരം വളരെ സ്ലോ ആയി. പിന്നീട് അങ്ങേര് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുന്നു. പെട്ടെന്ന് അങ്ങേരുടെ മുഖത്തേക്ക് നോക്കിയപ്പം എൻജിൻ വണ്ടി ഓടിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, ആ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പതിയൊന്ന് തട്ടിയപ്പോൾ പെട്ടെന്നൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അങ്ങേര് ആ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ചൂടുള്ള അവസ്ഥയിലും പെട്ടെന്ന് കണ്ടിന്യൂസ് യാത്ര, മണിക്കൂർ കണക്കിന് മംഗലാപുരത്ത് നിന്ന് വരുന്ന ഡ്രൈവറായിരുന്നു അത്. 3 മണിക്കൂർ തുടർച്ചയായി എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണിത്. അത് വലിയ ആക്സിഡൻറ്റിലേക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അതുകൊണ്ടാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ എപ്പോൾ റിപ്പീറ്റ് ചെയ്യാതാവുന്നോ അപ്പോൾ തന്നെ അങ്ങനെ വിളിക്കും. കാരണം മനുഷ്യനായതുകൊണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡൊന്ന് കണ്ണെന്നൊന്ന് മഞ്ചിയാൽ പോയില്ലേ. ഈ വണ്ടിയിലുള്ള എല്ലാ ജീവിതവും അവരുടെ കയ്യിൽ തന്നെയാണ്, ജീവനും. ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജറായിട്ട് അതിനുശേഷം എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ എറണാകുളം റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ പ്രസൻറ്റിംഗ് ഓഫീസറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു. അവിടെ ഞാൻ ഏകദേശം 10 വർഷം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അവിടുന്ന് ഉണ്ടായ 2-3 ഇൻസിഡൻസ് ഞാൻ പറയാം. ഞാൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് അവിടെ കേസ് കണ്ടസ്റ്റ് ചെയ്യുക കോടതിയിൽ, റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ. സാധാരണ ഈ ആക്സിഡൻറ്റ് കേസുകളും ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നതും ഇഞ്ചുറി ആകുന്നതും ട്രെയിൻ തട്ടി മരിക്കുന്നതും അതേപോലെ ഇഞ്ചുറി ആവുന്നതും പിന്നെ ഈ ട്രെയിനിൻ്റെ മുന്നിൽ നമ്മൾക്ക് റെയിൽവേ ട്രാക്കിൽ കിട്ടുന്ന ബോഡികൾ, അതുപോലെ കൊലപാതക കേസുകൾ, കൊലപാതകം നടത്തിയ ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇടുന്ന ബോഡികൾ, അതുപോലെ മരണശേഷം ഡെഡ് ബോഡികൾ കൊണ്ടുപോയിട്ട ശേഷം കേസുകൾ, ഇങ്ങനെയുള്ള കേസുകളെല്ലാം നമ്മുടെ ട്രിബ്യൂണലിൽ വരും. നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, കേസ് കണ്ടസ്റ്റ് ചെയ്ത ശേഷം കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ പാലക്കാട് ഡിവിഷൻ്റെയും ട്രിവാൻഡ്രം ഡിവിഷൻ്റെയും കൊങ്കൺ റെയിൽവേയുടെയും പിന്നെ ട്രാവൽ ചെയ്യുന്ന കേരളത്തിലുള്ള അഡ്രസ്സുള്ള ആൾക്കാരുടെയും കേസുകൾ നമ്മളിവിടെയായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കേസ് അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക. സാധാരണ മരിച്ച കേസുകൾക്ക് 8 ലക്ഷം രൂപയും അതുപോലെ ഇഞ്ചുറിയുടെ അനുസരിച്ച് അതിൻ്റേതായ കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കുമായിരുന്നു. ഒരുപാട് കേസുകൾ ഇതുപോലെ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതല്ലാത്ത അല്ലെങ്കിൽ ട്രെയിൻ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചതല്ലാത്ത കേസുകൾ, ഒരുപാട് കേസുകൾ നമ്മുടെ ട്രിബ്യൂണലിൽ വരുമായിരുന്നു. ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ ഒന്നുകിൽ പോസ്റ്റ്മോർട്ടം വെച്ചിട്ട്, അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ തന്നെ അതിൽ റിപ്പോർട്ട് ചെയ്യും. ചില ആക്സിഡൻറ്റ് കേസുകളാണെങ്കിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയും ഈ ഇഞ്ചുറി ഉണ്ടായത് ട്രെയിൻ തട്ടിയോ അതല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഭാഗം തട്ടിയോ അല്ല, ഈ മൂർച്ചയേറിയ ആയുധം കൊണ്ടുണ്ടായ മുറിവാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യും.
പിന്നീട് ടിക്കറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ DRMൻ്റെ അവിടെ ഒരു പോലീസ് റിപ്പോർട്ട് നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മൾ കേസ് പ്രൂവ് ചെയ്യും. അത് ട്രെയിനിൽ യാത്ര ചെയ്തതോ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതോ അല്ലാത്ത കേസുകളാണെന്നുള്ളത്. ഞാൻ ചെന്നൈ റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ചില കൂട്ടത്തോടെ വീണ് മരിച്ച കേസുകൾ ധാരാളം വരാറുണ്ടായിരുന്നു. കാരണം ഈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഈ വാതിലിൻ്റെ അവിടെ തൂങ്ങി നിൽക്കുക ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് തൂങ്ങി നിൽക്കുക. അവർ പോസ്റ്റിൽ ഇടിച്ചിട്ട് ഒരാളിടിച്ചാൽ കൂട്ടത്തോടെ എല്ലാവരും താഴെ വീഴും. അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ ഡെഡ് ബോഡി കണ്ട് എടുത്ത പോലീസ് കേസായി അതിനുശേഷം ഓരോ കേസുകളും നമ്മുടെ അവിടെ വരാറുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ട്രെയിൻ അടി കൂടെ നുഴഞ്ഞു കയറുന്ന സമയത്തോ ട്രെയിൻ തട്ടി മരിക്കുന്നതായിരുന്നു. റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണലെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ തട്ടി മരിക്കുന്ന കേസുകൾക്കൊന്നും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കാറില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് മാത്രമേ സുരക്ഷിതത്വം ഉള്ളൂ. ഓരോ ദിവസവും ഏകദേശം 15-20 കേസുകൾ നമ്മുടെ കോടതിയിൽ വരാറുണ്ട്. ഈ കേസുകളൊക്കെ കണ്ടസ്റ്റ് ചെയ്ത് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നത് നമ്മുടെ ട്രിബ്യൂണൽ തന്നെയായിരുന്നു. പല കേസുകളും അപകട മരണങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതല്ല കൊലപാതകങ്ങളാണെന്ന് തിരിഞ്ഞ ഒരുപാട് കേസുകളും നമുക്ക് റെയിൽവേയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാനിരുന്ന സമയത്തായിരുന്നു 2001 കടലുണ്ടി ആക്സിഡൻ്റ് ഉണ്ടായത്. അന്ന് മംഗലാപുരം മന്ദിരാസ് മെയിൽ ഈ ആക്സിഡൻറ്റിൽപ്പെട്ട് കടലുണ്ടി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ് വെള്ളത്തിൽ മുങ്ങിയാണ് ഈ 52 പേരും മരിച്ചത്. അവർക്ക് നമ്മൾ ഈ പ്രത്യേകം ട്രിബ്യൂണൽ നടത്തി കോമ്പൻസേഷൻ കൊടുത്തു ഇഞ്ചേർഡായ എല്ലാവർക്കും. അന്ന് ഞാൻ പാലക്കാട് ഡിവിഷനിൽ ഉണ്ടായിരുന്നു. ആ വണ്ടി പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ പാസഞ്ചർ ട്രെയിനിലായിരുന്നു ഞാൻ തിരിച്ച് പാലക്കാടേക്ക് വന്നത്. അതിനുശേഷം പാലക്കാട് ഇറങ്ങി ഒരു വിതിൻ ഹാഫ് ആൻ അവർ അറിഞ്ഞു എൻ്റെ തൊട്ട് പുറകെ വന്ന വണ്ടി കടലുണ്ടിയിലെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് പോയി എന്ന്. അതിനുശേഷം അപ്പോൾ തന്നെ തിരിച്ച് കോഴിക്കോടേക്ക് പോയി അവിടെ ആ കടലുണ്ടി ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ ഉണ്ടായത്. അതിൻ്റെ ആ കോമ്പൻസേഷൻ മുഴുവൻ ഞാൻ തിരിച്ച് ട്രിബ്യൂണൽ ട്രാൻസ്ഫറായി വന്ന ശേഷമാണ് ഈ ട്രിബ്യൂണലിൽ നമ്മൾ എല്ലാ കോമ്പൻസേഷനും കൊടുത്തു തീർത്തത്. സംഭവബഹുലമായ 40 വർഷം റെയിൽവേയിലും അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ കേരളത്തിന് വേണ്ടിയും എനിക്ക് സ്പോർട്സ് ചെയ്ത് എല്ലാ നേട്ടങ്ങളും കൊണ്ടുവരാൻ സാധിച്ചതിലും എല്ലാവരോടും എന്നെ സഹായിച്ചവരോടും ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിനോട്.